കളിയിക്കവിളയിൽ ക്വാറി ഉടമയെ കഴുത്തറുത്തു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി. നിരവധി കേസുകളിൽ പ്രതിയായ ചൂഴാറ്റുകോട്ട അമ്പിളി എന്നറിയപ്പെടുന്ന സജികുമാറാണ് പിടിയിലായത്. കസ്റ്റഡിയിലുള്ള അമ്പിളിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പ്രതിയായ മലയം ചൂഴാറ്റുകോട്ട സ്വദേശി അമ്പിളി കന്യാകുമാരി SP ചുമതലപ്പെടുത്തിയ പ്രത്യേക സ്ക്വാഡിന്റെ പിടിയിലാവുന്നത്. മലയത്ത് നിന്നാണ് പ്രതി പിടിയിലായത്. കൊല്ലപ്പെട്ട ദീപുവിന്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തിയത്. നെയ്യാറ്റിൻകര മുതൽ കാറിൽ ഒപ്പമുണ്ടായിരുന്ന പ്രതി ദീപുവിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളഞ്ഞു. കാറിൽ നിന്ന് പ്രതി പോകുന്ന CCTV ദൃശ്യങ്ങളും നിർണായകമായി. ഇരുവരും തമ്മിലുള്ള ബന്ധവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ അമ്പിളിയിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അമ്പിളി നടത്തിയ വെളിപ്പെടുത്തലുകൾ സത്യമാണോ എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം. അറസ്റ്റിലായ അമ്പിളി 50-ലധികം കേസുകളിൽ പ്രതിയാണ്. കൊലപാതകവും ഗുണ്ടാ പ്രവർത്തനവും സ്പിരിറ്റ് കടത്തും ഉൾപ്പെടെ ഇയാൾക്കെതിരെയുള്ള കേസുകൾ നിരവധിയാണ്. പണം ലക്ഷ്യം വെച്ചാണ് കൊലപാതകമെന്നതാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ കാറിനുള്ളിൽ തലയറുത്തു കൊല്ലപ്പെട്ട നിലയിൽ ദീപുവിനെ കണ്ടത്. 24 തിരുവനന്തപുരം. കളിയിക്കവിളയിലെ ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ പ്രതി അമ്പിളിയുമായി തമിഴ്നാട് പോലീസ് കേരളത്തിലെത്തി. മലയം, നെയ്യാറ്റിൻകര, ക്രഷർ യൂണിറ്റ്, ഒറ്റാമരം എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രതി അമ്പിളിക്ക് ക്വാറി ഉടമ ദീപുവുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. ഈ അന്വേഷണം എവിടം വരെയായി? എന്തൊക്കെയാണ് വിവരങ്ങളിൽ? തെളിവെടുപ്പ് എന്നായിരിക്കും? അതുമായി സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആൻമരിയ, ഈ കേസുമായി ബന്ധപ്പെട്ടൊരു പ്രതിയെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ആ സമയം മുതൽ നടത്തുന്ന ചോദ്യം ചെയ്യലാണ്. ആ ചോദ്യം ചെയ്യലിൽ പ്രതി അമ്പിളിയുടെ മൊഴി അത് വളരെ കൺഫ്യൂസിംഗ് ആയാണ് പോലീസ് കണക്കാക്കുന്നത്. വലിയ സങ്കീർണമായ കേസായി ഈ കേസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഏതെങ്കിലും മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കൊലപാതകമാകാം. അതിലെ വളരെ എളുപ്പത്തിൽ തന്നെ ആ കേസ് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു തമിഴ്നാട് പോലീസിനുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ആ കേസ് അമ്പിളിയുടെ മൊഴികൾ കൂടി വന്നതോടുകൂടി വലിയ സങ്കീർണമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ അറസ്റ്റ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിയുമായി തമിഴ്നാട് പോലീസ് കേരളത്തിലേക്ക് എത്തി വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. അത് നെയ്യാറ്റിൻകരയിലും മലയത്തും മലയൻകീഴിലും ഒപ്പം തന്നെ ഈ കൊലപാതകം നടന്ന സ്ഥലം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ്. ഈ ഒറ്റാമരം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയും ഒക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അല്പസമയത്തിനകം തന്നെ ഈ ഒറ്റാമരത്ത് ഞാനിപ്പോൾ ഏറെക്കുറെ ഈ നിൽക്കുന്ന അതേ സ്ഥലത്ത് വെച്ചാണ് ആ കാർ നിർത്തിയിട്ട് ഈ കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചും അല്പസമയത്തിനകം തന്നെ തെളിവെടുക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷം തൊട്ടപ്പുറത്ത് 400 മീറ്റർ മാത്രം അപ്പുറത്ത് കളിയിക്കവിള പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ആ കളിയിക്കവിള പോലീസ് സ്റ്റേഷൻ പരിധിയായതുകൊണ്ട് തന്നെ അവിടേക്കും പ്രതിയെ എത്തിക്കും. ഈ കേസിൽ നിർണായകമായതും ഈ പ്രതിയിലേക്ക് എത്താൻ ഏറ്റവും നിർണായകമായതുമായ ഇത് ആ CCTV ദൃശ്യമാണ്. ഈ CCTV ഒരു കടയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരിക്കുന്ന CCTV ആണ്. നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. ആ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആൾ കാറിൽ നിന്ന് നടന്നു പോകുന്നത് കണ്ടത്. പക്ഷെ അത് കൊലപാതകയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് ആദ്യഘട്ടത്തിൽ സംശയം ഉണ്ടായിരുന്നെങ്കിലും മാത്രമല്ല ഈ പ്രതി ഇവിടെ വെച്ച് കാറിൽ കയറുന്നതായി ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ മുൻപേ തന്നെ ഈ കാറിൽ കയറിയിരുന്ന ആളൊപ്പം ദീപുവിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരാൾ തന്നെയാണ് കൃത്യം നടത്തിയത് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അങ്ങനെയാണ് പോലീസ് ഈ ദീപുവിന്റെ സൗഹൃദങ്ങളെക്കുറിച്ചും ദീപുവിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളെക്കുറിച്ചും ദീപുവിന്റെ ഫോണും ഒക്കെ പരിശോധിക്കുന്നത്. അങ്ങനെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ്, കോൾ ഹിസ്റ്ററിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ അമ്പിളിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം അമ്പിളി അതേ സമയത്ത് തന്നെ അമ്പിളിയും ദീപുവും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പരിശോധിച്ചു. പിന്നാലെ മലയം ഭാഗത്ത് നിന്ന് അമ്പിളിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇദ്ദേഹം നൽകിയ മൊഴികളിൽ വളരെ അടുത്ത സൗഹൃദം കഴിഞ്ഞ കുറേ നാളുകളായി ദീപുവുമായി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണോ മറ്റോ ആണോ ഇതിന് പിന്നിൽ എന്ന് പോലീസ് സംശയിക്കുന്നു. ഒപ്പം തന്നെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ കൂടി അമ്പിളി നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ആ വെളിപ്പെടുത്തലിന്റെ സത്യാവസ്ഥ പൂർണ്ണമായി പറയാതെ അത് പുറത്തുവിടാനോ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനോ പോലീസിനോ നമ്മൾക്കോ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോഴും ചില ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം സമാന്തരമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിൽ ഈ കേസിനെ വഴിതിരിച്ചു വിടാനായി പ്രതി പറയുന്ന കള്ളമാണോ അതല്ല എന്തെങ്കിലും വസ്തുത അതുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പോലും ആ വാർത്തയിൽ ഒരു സ്ഥിരീകരണം നടത്താൻ കഴിയൂ.
മാത്രമല്ല പോലീസ് പറയുന്നത് വലിയ സങ്കീർണമായ കേസാണ്. പ്രത്യേകിച്ചും ആ മൊഴി കൂടി ആ നിലയിലേക്ക് വന്നതോടുകൂടി വലിയ സങ്കീർണമായി തന്നെയാണ് ആ കേസ് ഇപ്പോൾ തുടരുന്നത്. അതുകൊണ്ട് വലിയ നിലയിലുള്ള വിശാലമായ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുള്ള ഒരു അന്വേഷണം തന്നെ ഇതിന് വേണ്ടിവരും എന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് രാത്രിയോ അതല്ലെങ്കിൽ നാളെ രാവിലെയോ കൂടി മാത്രമേ പോലീസിന്റെ ഭാഗമായ ഒരു ഔദ്യോഗിക വിശദീകരണം കളിക്കവളയിലെ ക്രൂര കൊലപാതകത്തിന് പ്രതിയുമായി ഉടൻ തെളിവെടുപ്പുണ്ടാകും. അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു, ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സലിം മാലിക്.